അതെ, നമുക്ക് കുക്കറിൽ ഒരു അടിപൊളി ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്താ പറയുക? ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഹോൾ സ്പൈസസ് ആയിട്ടുള്ള നമ്മുടെ കറുവപ്പട്ടയും ജാതിപത്രിയും വയനയിലും ഏലക്കായും 2 കറിവേപ്പും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ച് വരുമ്പോഴേക്കും നമുക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അതിൻ്റെ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോളേ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് ചതച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിവിടെ 3 പച്ചമുളകും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂണോളം കുരുമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 1 പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ചിക്കൻ വേകാനുള്ള വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് ഒരു 2-3 വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യണേ. അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചെയ്താൽ. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് അരിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരി ചിക്കനിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ അരി മുങ്ങി കിടക്കാനുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ട്. അരമുറി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിച്ച് നമുക്കിത് 1 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ, കൂടുതലൊന്നും അടിക്കേണ്ട. ഒറ്റ വിസിൽ അടിക്കുമ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ചോറൊന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടില്ല, കുഴഞ്ഞു പോയിട്ടില്ല, നല്ല വിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ, എല്ലാരും ഉണ്ടാക്കി നോക്കൂലേ? അടിപൊളി ടേസ്റ്റ് ആട്ടോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണേ. ഇതുപോലെ ഒരു കുക്കുംബർ സാലഡിന്റെ കൂടെ കഴിക്കുവാണെങ്കിൽ നല്ല കിഡു റെസിപ്പി ആട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കാണാവേ. ബൈ ബൈ.